തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വോട്ടെണ്ണൽ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇന്നേ ദിവസം പൂർത്തിയായിട്ടുണ്ട്. നാളെ, അതായത് വോട്ടെണ്ണൽ ദിവസമായ ഡിസംബർ 13 നാളെ രാവിലെ 7 മണിക്ക് തന്നെ ബന്ധപ്പെട്ട ഭരണാധികാരികളുടെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂമുകൾ തുറന്ന് നമ്മുടെ വോട്ടിംഗ് മെഷീനുകൾ അതിൻ്റെ കൗണ്ടിംഗ് ടേബിളിലേക്ക് എത്തുകയും 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ എല്ലാ കേന്ദ്രങ്ങളിലും ആരംഭിക്കുകയും ചെയ്യും. ഒരു ടേബിളിൽ ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസറും അസിസ്റ്റൻറ്റും ഉണ്ടായിരിക്കും. ജില്ലയിൽ 8 ബ്ലോക്ക് പഞ്ചായത്തിൽ 2 മുനിസിപ്പാലിറ്റികൾ ഉൾപ്പെടെ 10 കേന്ദ്രങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലെ വോട്ടെണ്ണൽ കേന്ദ്രം അടിമാലി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും, ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വോട്ടെണ്ണൽ കേന്ദ്രം മൂന്നാർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വോട്ടെണ്ണൽ കേന്ദ്രം കട്ടപ്പന സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളും, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വോട്ടെണ്ണൽ കേന്ദ്രം സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളും, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വോട്ടെണ്ണൽ കേന്ദ്രം പൈനാവിലുള്ള ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളും, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വോട്ടെണ്ണൽ കേന്ദ്രം പീരുമേട് മരിയഗിരി ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളും, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വോട്ടെണ്ണൽ കേന്ദ്രം തൊടുപുഴ സെൻറ്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളും, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വോട്ടെണ്ണൽ കേന്ദ്രമായി കരിമണ്ണൂർ സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തൊടുപുഴ മുനിസിപ്പാലിറ്റി വോട്ടെണ്ണൽ കേന്ദ്രം തൊടുപുഴ സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളും, കട്ടപ്പന മുനിസിപ്പാലിറ്റി വോട്ടെണ്ണൽ കേന്ദ്രമായി കട്ടപ്പന ഓശാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളുമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ജില്ലയിലെ വോട്ടെണ്ണൽ നടപടിക്കായി 2000-ഓളം ഉദ്യോഗസ്ഥരെയും സുരക്ഷാ ക്രമീകരണങ്ങളായി 1500-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. വോട്ടെണ്ണലിൽ പങ്കെടുക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും ആവശ്യമായ ട്രെയിനിങ്ങും ഇതിനകം തന്നെ നൽകി വന്നിട്ടുണ്ട്. കൂടാതെ വോട്ടെണ്ണലിൻ്റെ തത്സമയ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ മീഡിയ സെൻറ്റർ സജ്ജീകരിച്ചിട്ടുണ്ട്. സെൻറ്ററിൽ സജ്ജമാക്കിയ ബിഗ് സ്ക്രീനിൽ ഫലം തത്സമയം അറിയാൻ കഴിയും. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഫലം ലഭ്യമാകും. ഇത്തരം എല്ലാ സജ്ജീകരണങ്ങളും കൃത്യമായിട്ട് തലേന്ന് ഇന്ന് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്.